ഈ സ്ത്രീക്കോ ടെൻഷൻ, അവരെപ്പോഴും ടെൻഷനിലാണ്. ശ്രദ്ധിച്ചിട്ടില്ല, അവർ നിന്ന് പ്രസംഗിക്കാറില്ല, നടന്നേ പ്രസംഗിക്കുകയുള്ളൂ. വാട്ട് ഡസ് ഇറ്റ് ഷോ? നമ്മൾ ടെൻഷനിലാകുമ്പോഴാണ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, അല്ലേ? അതെ. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇയാളെന്ത് ഈ വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? പിന്നെ പൊന്നിയേട്ടാ, എൻ്റെ തലയ്ക്ക് തീ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. മനുഷ്യൻ ടെൻഷൻ കയറുമ്പോൾ നടക്കും. അത് നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു മെക്കാനിസമാണ് ഫോർ റെഡ്യൂസിങ് ദ ടെൻഷൻ. അന്യോന്യം നടക്കുന്നത്. മമത ഈസ് അണ്ടർ പെർപ്പച്വൽ ടെൻഷൻ. അതുകൊണ്ട് സ്റ്റേജിൽ അവർ നടക്കും, നിന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. നടക്കും, അതിനിടയ്ക്ക് നിൽക്കും, സംസാരിക്കും, നടന്നുകൊണ്ട് സംസാരിക്കും, തിരിച്ചു വരും. ഒരു 35 അടിയെങ്കിലും വേണം അവർക്ക് സ്റ്റേജ്. അതിലാണ് പെർഫോമൻസ് അവരുടെ. മമതയുടെ ചിരിക്കുന്നൊരു ഫോട്ടോ വായിച്ചത് കണ്ടിട്ടുണ്ടോ? മമത ഹൃദ്യമായിട്ട് ചിരിക്കും. ഒരു സ്ത്രീയല്ലേ, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ആരോടെങ്കിലും ഒരു സ്നേഹം, കരുണയൊക്കെ തോന്നിയിട്ട് ഒരു പുഞ്ചിരി മുഖത്ത് ഇല്ല. കാരണം ടെൻഷനാണ്, എപ്പോഴും ടെൻസാണ്, എപ്പോഴും ഒരു ശത്രുവിനെ നോക്കിയിരിക്കും. ഒരു കോമ്പാറ്റീവ് മൂഡിലാണ്. വായിച്ചത്ത് കാണാൻ പോയ വായിച്ചത്ത് വാടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ, എന്തിനാണിത്, ആരോടാണ് ഈ ദേഷ്യം? അപ്പോൾ അത് വല്ലാതെ ജനങ്ങളെ, അത് ഇപ്പോൾ 15 വർഷമായി അത് സഹിക്കുന്നതിനൊരു പരിധിയില്ല. ഗുണ്ടായസമാണെങ്കിലും എന്താണെങ്കിലും കള്ളവോട്ടാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ജനം അങ്ങോട്ട്, ഇതിപ്പോൾ പല ആദ്യത്തെ ഫസ്റ്റ് ഫേസ് വോട്ടിങ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു 10-15 സീറ്റ് 50,000-ന് 1,00,000-ത്തിനൊക്കെ TMC ജയിച്ചിട്ടുണ്ട്. അസംബ്ലി സീറ്റ് 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. പക്ഷേ ഈ സുനാമി തിരിഞ്ഞങ്ങ് അടിക്കുമ്പോഴുണ്ടല്ലോ, ഈ 1,00,000 വോട്ടിന് ജയിച്ച ആൾ 1,00,000 വോട്ടിന് തോറ്റതായിട്ട് നമുക്ക് അനുഭവമുണ്ട്. അതാണ് ഇലക്ഷനിൽ ഒരു തരംഗമോ സുനാമിയോ അടിക്കുമ്പോഴുള്ള അനുഭവം. ഉണ്ടായി ഫസ്റ്റ് ഫേസിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് ഫേസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടർ കൂടെയുണ്ട്. ഈ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അവർ 7 പേര് മാറിയല്ല, അത് ബംഗാളിനെ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും. TMCയിൽ തന്നെ BJP വരാനൊന്നും പോകുന്നില്ല, ഞാൻ ഇത്തവണയും TMCക്ക് വോട്ട് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ സംഭവം. BJP കയറി വരികയാണ് കേട്ടോ. അവിടെ കൂറുമാറ്റമോ അതിൻ്റെ എത്തിക്സോ ഒന്നുമല്ല. വിന്നിങ് ചാൻസ്, BJP ഈസ് കേപ്പബിൾ ഓഫ് വിന്നിങ് ബംഗാൾ. When they have won in Delhi, they have managed to bring MPs from ആം ആദ്മി പാർട്ടി. എന്തുകൊണ്ട് ഇവിടെ ആയിക്കൂടാ? ഈ ഫാക്ടേഴ്സ് എല്ലാം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, വളരെ ശക്തമായ സാധ്യത BJPക്ക് ഞാൻ കാണുന്നു.